ഹേ ടു ഗുഡ് ആഫ്റ്റർനൂൺ. സോ എല്ലാവർക്കും എൻ്റെ ഡേ 7 എക്സ്പെൻ ചലഞ്ചിന് UK എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിവിടെ ഇന്ന് പുറത്ത് പോകുന്നുണ്ട്. ഇപ്പം എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം. കുറച്ചല്ല, എനിക്കൊരു ഷോർട്ട്സോ ഒരു ക്യാപ്പൊക്കെ വാങ്ങിക്കണമെന്നുണ്ടോ, പിന്നെ എന്തെങ്കിലും ക്രീംസ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ പുറത്ത് പോകുന്ന പറഞ്ഞാൽ ഇങ്ങനെ റെഡി ആയി നിൽക്കാടാ. എൻ്റെ വലിയ മീൻസ് ലൂസ് ഫിറ്റ് ആട്ടോ. H&M എടുത്ത സാധനം H&Mൻ്റെ സ്മോൾ കേട്ടോ. എനിക്ക് ഇത്ര അല്ല, കാണുന്നുണ്ടോ? അല്ല, ഇതല്ലേ വലിയ സാധനം. അപ്പോൾ നമ്മൾ നേരത്തെ പോയൊരു മോളില്ലേ, സ്ട്രാറ്റ്ഫോർഡ് മോള്, അങ്ങോട്ടേക്ക് ഒന്നുകൂടെ പോകാന്നുണ്ടോ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. എൻ്റെ ബാക്കിലോട്ട് കേട്ടല്ലേ ആയിട്ടില്ല. ഞാൻ എൻ്റെ പഴയ സ്റ്റൈലിലോട്ട് പോകാട്ടോ. പണ്ട് ഞാൻ ഇത്ര വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഒന്നുകൂടെ വളർത്താനുള്ളൊരു പ്ലാൻ ഉണ്ട്. നോക്കാം എങ്ങനെ ഉണ്ടാകും. എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഇവിടുത്തെ മുടി കൊഴിയാണെങ്കിൽ ഞാൻ എന്തായാലും കിട്ടും, ഇല്ലെങ്കിൽ വിട്ടില്ല. പിന്നെ അത്രേനുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. പിന്നെന്താ, വേറൊന്നുമില്ല. ഞാനെന്തായാലും ഇവിടുത്തെ വീഡിയോസ് എപ്പോഴും കാണിച്ചാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പോൾ ഞാൻ ഇനി എന്തായാലും മോളിലെത്തിയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ അവിടെ വെച്ച് കാണാം. ഇപ്പോൾ മോളിൻ്റെ ഉള്ളിലെത്തി കേട്ടോ. മോളിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പിൻ്റെ ഉള്ളില്ല, പ്രൈമാർക്കിൻ്റെ ഉള്ളില്ല. ഞാനിപ്പോൾ ആദ്യം വന്നത് ഈ ക്യാപ്പ് എടുക്കാനാണ് കേട്ടോ. എനിക്ക് ഈ നാട്ടിൽ വാങ്ങിച്ചിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കാൻ മറന്നു കേട്ടോ. ചെറിയ ക്യാപ്പ് അതുകൊണ്ട് ഇവിടെ വന്നത് ഞാൻ ആദ്യം ഇതെടുക്കാൻ വേണ്ടി ഓടി വന്നു കേട്ടോ. ഇതിനൊന്ന് 4 ഉണ്ട്, അങ്ങനെ എന്തോ കേട്ടോ. ഇനി എനിക്കൊരു ഷോർട്ട്സ് എടുക്കണം. ഞാനിനി ആ ഷോർട്ട്സ് ഒന്ന് തപ്പട്ടെ കേട്ടോ, എവിടെ ഉണ്ട് നാളെ. ഭംഗിയില്ല എനിക്ക്. ഞാനപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഷോർട്ട്സ് കിട്ടി കേട്ടോ. എനിക്ക് ഇതിനുണ്ട് മാത്രം വാങ്ങിക്കാനുള്ളൂ കേട്ടോ. ഇതുപോലത്തെ ഒരു ഷോർട്ട്സ് ഞാൻ നാട്ടിൽ നിന്ന് എടുത്താണ്, പക്ഷേ അതും ഞാൻ നാട്ടിൽ മറന്നു വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ എടുക്കാനുള്ളൊരാഗ്രഹം. ഇത് രണ്ടും ഞാനിവിടെ നിന്നൊരു മലയാളി ചേച്ചിനെ പരിചയപ്പെട്ടുട്ടാ. ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അതാണ് ചേച്ചി. അപ്പോൾ ഞാനിനി ചെക്കൗട്ട് ചെയ്യാൻ പോട്ടെ കേട്ടോ. ഇനി എനിക്ക് വേറെ ഒന്നുമില്ല കേട്ടോ എടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് എനിക്കിനി സൺസ്ക്രീൻ അങ്ങനത്തെ ക്രീംസൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഇനി ആ ഷോപ്പിലോട്ട് പോകാം കേട്ടോ. ഇതിപ്പോൾ ചെക്കൗട്ട് എവിടെയാണ്? താഴെ വന്നു കേട്ടോ. നോക്കട്ടെ, കണ്ടുപിടിക്കട്ടെ ചെക്കൗട്ട് എവിടെയാണ്. അപ്പോൾ എനിക്ക് 12 റൗണ്ടായിട്ട് ആ 2 കൂടിയിട്ട് ഒരെണ്ണം 4 റൗണ്ടും പിന്നെ ഒരെണ്ണം 8 റൗണ്ടുണ്ടോ, അങ്ങനെ 12 റൗണ്ടായി. അപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യും. ഞാനപ്പോൾ എന്തായാലും പേയ്മെൻറ്റ് ചെയ്യും കേട്ടോ. ഫോണിലൊക്കെ തൊപ്പി ഇങ്ങനെ ഭംഗിയില്ലേ. ഞാൻ പേയ്മെൻറ്റ് ചെയ്തു, അത് ടാഗൊക്കെ മാറ്റിയിട്ട് എടുത്ത് വെച്ചു കേട്ടോ. എനിക്ക് ഇതുപോലത്തെ തൊപ്പി നല്ല ഇഷ്ടം, മീൻസ് ഇതുപോലത്തെ ക്യാപ്പൊക്കെ നല്ല ഇഷ്ടമാണ്. ഞാനിനി എനിക്ക് ബൂട്ട്സിലോ അല്ലെങ്കിൽ എനിക്ക് സൂപ്പർ ട്രക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞേ, എനിക്ക് കുറച്ച് ക്രീംസ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇനി അവിടെ എത്തിരി കാണാം കേട്ടോ. അവിടെ എത്തിരി കാണാമെന്നില്ല, ഞാൻ നോക്കട്ടെ. ഞാൻ ബൂട്ട്സിനുള്ളിൽ കയറി കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു മൾട്ടി വിറ്റാമിൻ വേണം കേട്ടോ. മൾട്ടി വിറ്റാമിൻ ഇതിൻ്റെ ഒരു ബോക്സ് ഇട്ടുണ്ടായിരുന്നു. ഇതിന് എത്ര 6 പൗണ്ടോ? എങ്ങനെ 6 പൗണ്ടോ? 6 പൗണ്ടോ കേട്ടോ. ഇനി എനിക്കൊരു നീ ക്യാപ്പ് വാങ്ങിക്കണമെന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഒരു സൺസ്ക്രീം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം ഇവിടെ എവിടെ വെച്ച്. ഇത് നല്ലൊരു സ്റ്റോറാണ് കേട്ടോ, വലിയൊരു സ്റ്റോറാണ്. ഈ മോളിൻ്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. ഞാനപ്പോൾ ഈ ഒരു സൺസ്ക്രീം ഒരെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി അവിടെ ഇട്ടുണ്ട്. 7 പൗണ്ട് കേട്ടോ. ഈ കുപ്പിക്ക് 7 പൗണ്ടാണ്, ഈ കുപ്പിയിൽ 7 പൗണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുപ്പി എടുത്തു കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ എല്ലാം കൂടി 18 ഉണ്ട് കേട്ടോ. ഞാൻ ആകെ 3 സാധനം മാത്രമേ എടുത്തുള്ളൂ, പക്ഷെ എനിക്ക് 18 ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും പേയ്മെൻറ്റ് ചെയ്തിട്ട് കേട്ടോ. ഞാൻ ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങി കേട്ടോ. എനിക്കെത്ര 18 ഉണ്ട് അങ്ങനെ കേട്ടോ. ഞാനപ്പോൾ എന്തായാലും തിരിച്ച് വീട്ടിലോട്ട് പോകാം കേട്ടോ. ഇന്ന് അത്യാവശ്യം നന്നായി പൊട്ടിയിട്ടുണ്ട്. അവിടെ എത്ര അവിടെ 12 ഉണ്ടോ? പ്രൈമാർക്കിൽ 12 ഉണ്ടും
ഇവിടെ 18 പൗണ്ട് പൊട്ടിയിട്ട് കേട്ടോ. അപ്പോൾ 12ഉം 18ഉം അപ്പോൾ 30 പൗണ്ട് പൊട്ടിയിട്ട് ഞാൻ ഇന്നലെ തിരിച്ച് വീട്ടിലോട്ട് പോകട്ടോ. അതുമല്ല എനിക്ക് ഇവിടെ നിന്ന് നീ ക്യാപ്പൊന്നും കിട്ടിയില്ല കേട്ടോ. എനിക്ക് നീ ക്യാപ്പ് വേണമായിരുന്നു. എൻ്റെ സോറി കേട്ടോ, എൻ്റെ ഇങ്ങനെ മുട്ടയിടയ്ക്കിടയ്ക്ക് എനിക്ക് ഓൾറെഡി ലെഗമെൻ പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് നീ ക്യാപ്പ് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ അതെനിക്ക് ഒരെണ്ണം വേണമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തപ്പിയപ്പോൾ കിട്ടിയില്ല. ഞാൻ എന്തായാലും തിരിച്ചു പോട്ടെ ആയിട്ടോട്ടെ. ഞാനേ വീട്ടിലോട്ട് പോണ വഴിയിലെത്തിയിട്ടാ. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ ഒരുപാടല്ല ചിലവുണ്ടായി ചിലവുണ്ടായി കേട്ടോ. ചിലവെന്ന് പറയുമ്പോൾ 30 പൗണ്ട് കേട്ടോ എനിക്കിന്ന് ചിലവായത്. ഞാൻ ട്രാവൽ എക്സ്പെൻസ് ഇതിൽ കൂട്ടാത്ത എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി എൻ്റെ കാർഡ് റീചാർജ് ചെയ്യുന്ന എത്രയാണെന്നോ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ ട്രാവൽ എക്സ്പെൻസ് പറയാത്ത കേട്ടോ. എനിക്ക് ഇനി എൻ്റെ ട്രാവൽ കാർഡിൽ മീൻസ് ഓയിസ്റ്ററിൽ ഇനി എനിക്കൊരു എത്രയോ ഒരു 2 പൗണ്ട്സ് ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് ഞാൻ റീചാർജ് ചെയ്യുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ അക്കൗണ്ട് ബാലൻസ് എത്രയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.